നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് സഭയിൽ വമ്പൻ ട്വിസ്റ്റാണ് നടന്നിരിക്കുന്നത്. അതായത് ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള ശുപാർശ നൽകിയതുമായി ബന്ധപ്പെട്ട 3 ജയിൽ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ നൽകിക്കൊണ്ട് ഉത്തരവിറക്കിയിരിക്കുകയാണ്. ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പുറത്തിറക്കിയിരിക്കുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ സൂപ്രണ്ടിന്റെ ചുമതലയുള്ള ജോയിന്റ് സൂപ്രണ്ട് കെ.എസ്. ശ്രീജിത്ത്, അസിസ്റ്റന്റ് സൂപ്രണ്ട് ഗ്രേഡ് 1 ബി.ജി. അരുൺ, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഒ.വി. രഘുനാഥ് എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യാൻ ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ സബ്മിഷൻ നിയമസഭയിൽ വരുന്നതിന് മുൻപെയാണ് സർക്കാർ ഈ ഒരു തീരുമാനം ഇറക്കിയിരിക്കുന്നത്. ഇതേ വിഷയത്തിൽ കെ രമ എം.എൽ.എ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിക്കാൻ അനുമതി തേടിയിരുന്നെങ്കിലും സ്പീക്കർ അനുമതി നിഷേധിക്കുകയായിരുന്നു. ശിക്ഷ ഇളവിന് നീക്കമില്ലെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സ്പീക്കർ അടിയന്തര പ്രമേയ നോട്ടീസ് തള്ളിയത്. സംഭവം വിവാദമായതോടെ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളെ വിട്ടയക്കില്ലെന്ന് ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായ ഒടുവിൽ കഴിഞ്ഞ ദിവസം സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. പ്രതികളെ വിട്ടയക്കാൻ വഴിവിട്ട നീക്കമെന്ന വാർത്തകളുടെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം പുറത്തുവന്നത്. ടി.പി. കേസിലെ പ്രതികൾക്ക് 20 വർഷം വരെ ശിക്ഷ ഇളവ് പാടില്ലെന്ന ഹൈക്കോടതി ഉത്തരവ് കണ്ണൂർ ജയിൽ സൂപ്രണ്ട് പരിശോധിച്ചിട്ടുണ്ടാകില്ലെന്നും ചട്ടപ്രകാരമുള്ള പട്ടിക തയ്യാറാക്കിയപ്പോൾ ഉൾപ്പെട്ടതാകാമെന്നും തുടർ പരിശോധനകളിൽ അവർ ഒഴിവാക്കപ്പെടുമെന്നും ജയിൽ മേധാവി പറഞ്ഞിരുന്നു. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി ജയിലിൽ ഒരു നിശ്ചിത കാലപരിധിക്ക് കഴിഞ്ഞവരെ വിട്ടയക്കാമെന്ന് രാജ്യവ്യാപകമായി പല ആലോചനകളും പദ്ധതികളും ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി ഇത്തവണയും വിട്ടയക്കാൻ പറ്റുന്നവരുടെ പട്ടിക തയ്യാറാക്കാൻ ജയിൽ സൂപ്രണ്ടന്മാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അതിലൊരു മാനദണ്ഡം 10 വർഷം ശിക്ഷ അനുഭവിച്ചവരുടെ പട്ടിക തയ്യാറാക്കാനായിരുന്നു. അതിനനുസരിച്ചുള്ള പട്ടികയാണ് കണ്ണൂർ ജയിൽ സൂപ്രണ്ട് നൽകിയത്. അങ്ങനെയാവാം ടി.പി. കേസ് പ്രതികളായ ടി.കെ. രജീഷ്, മുഹമ്മദ് ഷാഫി, അണ്ണൻ സിജിത്ത് ഉൾപ്പെട്ടതെന്നും DGP പറഞ്ഞിരുന്നു. ടി.പി. കേസ് പ്രതികൾക്ക് 20 വർഷം വരെ ശിക്ഷ ഇളവ് നൽകരുതെന്ന ഉത്തരവ് ജയിൽ DGPയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകില്ല. ഇനി പട്ടികയിൽ ഉൾപ്പെട്ടാൽ പോലും ജയിൽ ആസ്ഥാനത്തെ അന്തിമ പട്ടികയിൽ അവരുടെ പേര് ഉൾപ്പെട്ടിട്ടില്ലെന്നും ജയിൽ മേധാവി പറഞ്ഞിരുന്നു. ശിക്ഷ ഇളവ് സംബന്ധിച്ച് പോലീസിനോടും പ്രതികളുടെ റിപ്പോർട്ട് ആവശ്യപ്പെടുന്ന കണ്ണൂർ ജയിൽ സൂപ്രണ്ടിന്റെ കത്തും പുറത്തു വന്നിരുന്നു. ഇതെല്ലാം വലിയ വിവാദങ്ങൾക്കാണ് പുറത്ത് വഴിവെച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതിന് പിന്നാലെയാണ് ജയിൽ സൂപ്രണ്ടിന്റെ നടപടി ഉണ്ടായത്. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറോടാണ് ജയിൽ സൂപ്രണ്ട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. 2022 സർക്കാർ ഉത്തരവ് പ്രകാരം 3 പ്രതികളെ വിട്ടയക്കാനുള്ള പ്രാഥമിക ആലോചനയുണ്ടെന്നും അതിനാൽ ഇവരെക്കുറിച്ച് അന്വേഷണം ആവശ്യമുണ്ടെന്നും ജൂൺ 13 അയച്ചിരിക്കുന്ന കത്തിൽ പറയുന്നു. ഈ പ്രതികളുടെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഇവരുടെ കുറ്റകൃത്യത്തിന് ഇരയായവരുണ്ടെങ്കിൽ അവരോടും അന്വേഷണം നടത്തി എത്രയും വേഗം റിപ്പോർട്ട് നൽകാനും കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. സർക്കാർ ഈ പ്രതികൾക്ക് എപ്പോഴും സഹായം നൽകിയിരുന്നുവെന്നും ടി.പി. ചന്ദ്രശേഖരന്റെ ഭാര്യ കെ രമ എം.എൽ.എ അടക്കം പ്രതികരിച്ചിട്ടുണ്ട്. പ്രതികൾക്ക് വഴിവിട്ട് പരോൾ നൽകാനും ജയിലിൽ ഫോൺ ഉപയോഗിക്കാനും വേണ്ട എല്ലാ സൗകര്യങ്ങളും നൽകാനും സർക്കാർ ശ്രദ്ധിച്ചിരുന്നു. പ്രതികളുടെ കൂടെയാണ് സർക്കാർ എന്ന് വീണ്ടും വീണ്ടും സ്ഥാപിക്കുകയാണ്. കോടതി ലക്ഷ്യമാണിത്. ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് രമ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ടി.പി. കേസ് പ്രതികളെ വിട്ടയക്കാനുള്ള തീരുമാനത്തെക്കുറിച്ച് സംസ്ഥാന തലത്തിലുള്ള CPI നേതാക്കൾക്കെല്ലാം വിവരമുണ്ടായിരുന്നു. ജയിൽ ഉപദേശക സമിതിയുടെ തലപ്പത്തിരിക്കുന്നവരെല്ലാം CPM നേതാക്കളാണ്. പി ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ജയിൽ ഉപദേശക സമിതിയിൽ നിർണായക സ്വാധീനമുണ്ടെന്നാണ് CPI നേതാക്കളെല്ലാം തന്നെ പറയുന്നത്.